പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. എൻ്റെ പേര് സുമതി എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോയൽ എന്നാണ്. ഞങ്ങളുടെ 2 പെൺമക്കളാണ്. അത് ഒന്നിൻ്റെ പേര് ജാസ്ലി, ഒന്നിൻ്റെ പേര് ജാൻലി എന്നാണ്. ഈ കുഞ്ഞുങ്ങൾ ഇവിടുത്തെ അമ്മ മാതാവ് തന്ന സമ്മാനമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 2022 ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ 6 നിയോഗമാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് 5 നിയോഗം ഞാൻ എഴുതിയത് അമ്മ മാതാവ് എനിക്ക് 2ാമത്തെ പ്രാവശ്യം വരുമ്പോഴത്തേനും എനിക്കത് സാധിച്ചു തന്നിരുന്നു. അങ്ങനെ ഞാൻ 3ാമത്തെ പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോൾ ഈ 5 നിയോഗം സാധിച്ചതിൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ മാതാവ് പിന്നീട് ഞാൻ വന്നു. അടുത്ത 6ാമത്തെ നിയോഗമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞ്. അപ്പം ഞങ്ങൾ 6ാമത്തെ നിയോഗം വരുമ്പോൾ 2ാമയ്ക്ക് വരുമ്പോൾ അച്ഛനിവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. തൈലം പുരട്ടി തന്നു, സൈത്ത് പൊട്ടി തന്നു. അപ്പോൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ 3ാമത് പുതുക്കാൻ വന്നിരുന്നു. പുതുക്കാൻ വന്ന് ഇവിടെ വന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാതാവ് നടത്തിത്തരും എന്ന്. അതേപോലെ അച്ഛൻ്റെ പ്രസംഗത്തിലും കുറേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവസാനമായിട്ട് വന്നു. 3ാമത് വന്നപ്പോൾ 2023 ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ അന്ന് വന്നിട്ട് ഞാനിവിടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഞാൻ മാർച്ചിലാണ് വന്നത്. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, അടുത്ത മാർച്ച് ആകുമ്പോഴത്തേനും എനിക്കൊരു കുഞ്ഞിനെ വേണം, എന്നാലേ ഞാൻ ഇവിടെ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു. അങ്ങനെ എനിക്ക് മെയ്യിൽ ഇവിടുന്ന് മാർച്ചിൽ ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് പോയി. മെയ്യിൽ ഞാൻ അവിടെ എത്തുമ്പോഴത്തേനും 17 ദിവസം ആയി. അപ്പോൾ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞു. അങ്ങനെ ഡോക്ടറെ പോയി ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമ്മുടെ കാശി രൂപത്തെ എടുത്തിട്ട് നന്നായി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മാതാവേ ഈ റിസൾട്ടെങ്കിലും നല്ലതായിരിക്കണം, എന്നും പോലെ പറ്റിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി നോക്കി സ്കാൻ ചെയ്തു. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. എനിക്ക് അപ്പം തന്നെ ട്വിൻസ് കുട്ടികളാണെന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. 8 വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. മാതാവ് കുറച്ച് വൈകിയാണെങ്കിലും 2 കുഞ്ഞുങ്ങളെ എനിക്ക് തന്നു. അത് വലിയ സന്തോഷമായിരുന്നു. പിന്നീട് ഞാൻ അതേപോലെ പോകുമ്പോഴൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും മാതാവിൻ്റെ പത്രം കയ്യിലുണ്ടാവും. ഞാൻ ഓരോ ചെക്കപ്പിന് പോകുമ്പോഴും ഓരോ ഓട്ടോയിൽ കയറും. സ്ഥിരമായി ഒരു ഓട്ടോറിക്ഷയിൽ കയറാറില്ല, കാരണം ഈ പത്രം കൊടുത്തവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിവിടുന്ന് രാവിലെ പ്രാർത്ഥിക്കും മാതാവിനോട്. ഈ പത്രം കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ ആർക്കാണോ ഞാൻ കൊടുക്കണം അവരുടെ വീട്ടിൽ നല്ലത് നടത്തണം, അവർക്ക് വേണ്ട സഹായം ചെയ്യണം, അങ്ങനെ പറയും. എന്നിട്ട് ആ പത്രം ഞാൻ ഓരോ ഓട്ടോക്കാർക്ക് കൊടുക്കും. ചിലവർ വാങ്ങിക്കും, ചിലവർ പറയും ഇത് കുറേ പേര് തന്നിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യമില്ല എന്ന് പറയും. ചില ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് അപ്പുറത്തിട്ട് പോകും. ഞാൻ ചിലപ്പോൾ കാണുമ്പോൾ ഞാൻ വീണ്ടും അത് എടുത്തിട്ട് വരും. അങ്ങനെ കുറേ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെങ്കിലും ഞാൻ ചെയ്യേണ്ടത് എൻ്റെ കടമയ്ക്ക് ഞാൻ എല്ലാവരോടും നല്ലത് ചെയ്യും. അതുപോലെ തന്നെ റോഡ് സൈഡിലിരിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടാവും, വയസ്സായ അമ്മമാർ വെയിലത്തൊക്കെ ഇന്ന് കഷ്ടപ്പെട്ട് എന്തെങ്കിലും സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അവർക്ക് ഞാൻ പൈസ കൊടുക്കില്ല, അവർക്ക് ഞാൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും. അത് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ അവർ ചെയ്യും. അതുപോലെ തന്നെ ആശുപത്രിയിൽ ആരെങ്കിലും നമുക്ക് അസുഖമായിട്ടോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേഗം തൈലം എടുത്തിട്ട് ചേട്ടനെയും വിളിച്ച് പോകും. അങ്ങനെ പോയി എവിടെയാണോ അവർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ അത് തേച്ച് കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കും. ഒന്നും ഉണ്ടാവില്ല, നിങ്ങളുടെ സംഭവം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അങ്ങനെ പറയും. അങ്ങനെ കുറേ എന്നെക്കൊണ്ടാവുന്നത് അതിനനുസരിച്ച് ഞാൻ ചെയ്യും. പക്ഷേ എനിക്ക് എല്ലാം ചെയ്തു. മാതാവ് ഞാൻ 6 വിഷയത്തിലും എനിക്ക് ഇതുവരെ ഒരു കുറവുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരാനും കുറച്ച് ബുദ്ധിമുട്ടിൽ ഞങ്ങൾ കഷ്ടപ്പെടുകയായിരുന്നു. കുട്ടികളെയും കൊണ്ട് ഞങ്ങൾക്ക് വേറെ ആരുമില്ല, 2 പേരേ ഉള്ളൂ കുട്ടികളെ നോക്കണമെങ്കിൽ. അപ്പോൾ ഈ 2 കുട്ടികളെയും വെച്ച് ഇവിടെ വന്ന് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര വിഷമത്തിലായിരുന്നു, ഇവിടെ വന്ന് എന്ത് ചെയ്യുമെന്ന്. അത് വരാനുള്ള പ്രശ്നവും അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് മാതാവിൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഞങ്ങളൊരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് ഒരു വണ്ടി ഞങ്ങൾക്ക് കൈപ്പറ്റണം, മാതാവ് അതിനെ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച ആകുമ്പോഴത്തേനും ഞങ്ങൾ ഷോറൂമിൽ നിന്ന് വിളിച്ചു. പരിചയമുള്ള ഒരാളായിരുന്നു. ആൾ പറഞ്ഞു ഒരു വണ്ടിയുണ്ട്, ഇത്ര രൂപയേ ഉള്ളൂ, നിങ്ങൾക്കാണെങ്കിൽ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോയി നോക്കുകയും ചെയ്തു. ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ വണ്ടി ഞങ്ങൾക്ക് കയ്യിൽ കിട്ടി.
അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഇത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ആ വണ്ടിയിൽ തന്നെ ഞങ്ങൾ പള്ളിക്ക് ആദ്യം വരണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആ വണ്ടിയും കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ അത്രയും ദൂരത്തിൽ നിന്ന് ഇവിടം വരെ വന്നത്. ചേട്ടന് പിന്നെ ഡ്രൈവിങ് അത്രയ്ക്ക് ആയിട്ടില്ല, എന്നാലും അത് വെച്ച് തന്നെ ചേട്ടൻ ഇവിടെ എത്തി. ഇത്ര നേരം ഞങ്ങൾക്ക് ഇന്ന് വരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനോടും യേശുവിനോടും നന്ദി പറയുന്നു. ഇനിയും അങ്ങോട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടതകളിലും ദുഃഖങ്ങളിലും മാതാവ് ഞങ്ങളെ രക്ഷിക്കുന്നു, ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ബാക്കി എല്ലാം മാതാവിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. എല്ലാവർക്കും മാതാവിനോട് നന്ദി പറയുക. മാതാവ് എന്തായാലും തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാം ചെയ്യും. വിശ്വസിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. എൻ്റെ കഴിവിന് അത്രയും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കാര്യം എല്ലാം നടന്നു. ഞാൻ ഇതുവരെ ചോദിച്ചതൊക്കെ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്, ചോദിക്കാത്തതും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മാതാവിനോട് 1000 നന്ദി പറയുന്നു. 1000 നന്ദി പറഞ്ഞാൽ പോരാ, അതിൻ്റെ അപ്പുറം നന്ദി പറയുകയാണ്. കൂടുതൽ എൻ്റെ 2 കുഞ്ഞുമക്കളെ തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു മാതാവിനോട്. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:9 ഉടമ്പടി എന്നത് ദൈവത്തോടുള്ള ഒരു നിശ്ചയദാർഢ്യമായ ഒരു ബന്ധമാണ്. വിശ്വാസവും നന്ദിയും നിറഞ്ഞ ഒരു ആത്മീയ ബന്ധം. ആ ബന്ധത്തിൻ്റെ, ആ ആത്മബന്ധത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഇന്ന് ഈ അൾത്താരയിൽ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ സുമതിയും ഹസ്ബൻഡ് ജോയലും മക്കൾ ജെസ്ലിയും ജാൻലിയും നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവം കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളാണ്. ഈശോയും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്കൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഉടമ്പടിയിൽ നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവരെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് നമുക്ക് ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു നന്ദി എന്ന് പറയുന്നത്. ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും അനുഭവിച്ച അനുഗ്രഹങ്ങൾ സ്തുതിയായി മാറ്റുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ നയിക്കുവാനും നമ്മുടെ ജീവിതത്തിലും ദൈവം ചെന്ന നന്മകൾ ഒരിക്കലും മറക്കാതെ സ്തുതിയോടെ എല്ലായ്പ്പോഴും ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സുമതിക്കും ജോയലിനും ലഭിച്ച ഈ 2 വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.